പ്രേമലു എന്ന സിനിമയിൽ മീനാക്ഷി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിനെ വാണ്ടർലസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് ഈ വാണ്ടർലസ്റ്റ്? someone who has strong desire to travel is wanderlust. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇഷ്ടങ്ങളെ ഓരോരോ ഇഷ്ടങ്ങൾക്ക് പറയുന്ന കുറേ ടേംസുകളുണ്ട്. someone who likes to have food is a foodie. ഷീസ് എ ഫുഡി, ഹീസ് എ ഫുഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെയാണ്. ചില ആളുകൾ വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ ഷീ ഈറ്റ്സ് വെരി ലിറ്റിൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം ഷീ ഈറ്റ്സ് ലൈക്ക് എ ബേർഡ് എന്ന്. ഷീ ഈറ്റ്സ് ലൈക്ക് എ ബേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ അവൾ കഴിക്കാറുള്ളൂ എന്നാണ്. ഓക്കെ, ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഈസ് എ ഗ്രീൻ തംപ്. ഇപ്പോൾ എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണെന്ന്, ഐ ലവ് ഗാർഡനിങ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് പറയാം ആം എ ഗ്രീൻ തംപ് എന്ന്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എഴുതാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. ഓക്കെ, ഷീ ലൈക്സ് ടു റൈറ്റ് ഓർ ഷീ വേർഡ് സ്മിത്ത് എന്ന് പറയാം. ആം എ വേർഡ് സ്മിത്ത്, ഷീ ഈസ് എ വേർഡ് സ്മിത്ത്, ഹീ ഈസ് എ വേർഡ് സ്മിത്ത് എന്ന് പറയാം. അതായത് എഴുതാനായിട്ട് ഇഷ്ടമുള്ള ആളുകളെ. ഇനി റീഡിംഗ് ആണെങ്കിലോ ഐ ലവ് റീഡിംഗ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് പറയാം ആം എ ബുക്ക് വാം. ഷീ ലൈക്സ് റീഡിംഗ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് പറയാം ഷീ ഈസ് എ ബുക്ക് വാം എന്ന്. ഗോട്ട് ഇറ്റ്? I'm a person who likes to enjoy spending time with my friends. So I can say that I'm a social butterfly. How many of you are social butterflies? ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് പുറത്തിരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, സോ ആം എ സോഷ്യൽ ബട്ടർഫ്ലൈ. ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ചില ആളുകൾ ലേറ്റായിട്ട് ഉറങ്ങുന്നവരുണ്ടാവും, ഓർ വൺ ഹൂ ലൈക്സ് ടു സ്റ്റേ അപ്പ് ഓൾ ദ നൈറ്റ്. അവരെ നമുക്ക് നൈറ്റ് ഔൾ എന്ന് പറയാം. ഹി ഈസ് എ നൈറ്റ് ഔൾ, ഷീ ഈസ് എ നൈറ്റ് ഔൾ, ആം എ നൈറ്റ് ഔൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വൈകിയാണ് കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രാത്രി വൈകി കിടക്കുന്ന ആളുകളെയാണ്. നേരത്തെ എഴുന്നേൽക്കുന്നവരെ ആണെങ്കിലോ, ഇപ്പോൾ ആം എ പേഴ്സൺ ഹൂ ലൈക്സ് ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. സോ ആം എൻ ഏർലി ബേർഡ്, ആം എൻ ഏർലി ബേർഡ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഷീ ഈസ് ആൻ ഏർലി ബേർഡ് എന്ന്. ഷീ ഈസ് ആൻ ഏർലി ബേർഡ് മീൻസ് ഷീ വേക്സ് അപ്പ് വെരി ഏർലി ഇൻ ദ മോർണിംഗ്. ചില ആളുകൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമായിരിക്കും. ദേ ലൈക്ക് ടു സ്പെൻഡ് ടൈം അലോൺ ഓർ ദേ ലൈക്ക് ടു ബി അലോൺ. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ലോൺ വൂൾഫ് എന്ന് പറയാം. ഷീ ഈസ് എ ലോൺ വൂൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ലൈക്സ് ടു ബി അലോൺ. ഷീ ലൈക്സ് ടു ബി അലോൺ മീൻസ് ഷീ ഈസ് എ ലോൺ വൂൾഫ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.